എല്ലാവർക്കും ഫ്യൂച്ചർ ബീറ്റ്സിൻ്റെ ജാവാസ്ക്രിപ്റ്റ് കോഡിംഗ് ചലഞ്ച് പാർട്ട് 2 സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മളൊരു ചലഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കാൻ പോണ പുതിയൊരു ചലഞ്ചാണ്, പുതിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പം മൾട്ടിപ്ലൈ, ഇപ്പോൾ യൂസർ ഒരു ഫംഗ്ഷൻ്റെ അകത്തോട്ട് ഒരു നമ്പർ പാസ് ചെയ്യും. ആ നമ്പറിൻ്റെ ഗുണിതങ്ങൾ എടുത്ത് കൺസോളിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് തന്ന ഒരു ക്വസ്റ്റ്യൻ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഫംഗ്ഷൻ മൾട്ടിപ്ലൈ എന്നൊരു പേര് കൊടുത്ത്, മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് പേരും കൊടുക്കാൻ, ഞാൻ മൾട്ടിപ്ലൈ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞ് നമുക്കൊരു നമ്പർ അറേ ക്രിയേറ്റ് ചെയ്യണം. നമ്പർ അറേ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 100 വരെ നമ്മൾ എന്ത് ചെയ്യണം? 100 സംഖ്യ വയ്ക്കണം. 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകൾ വയ്ക്കണം. ചിലരിപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ചിലരെന്ത് ചെയ്യും? മാനുവലി 1 2 3 4 5. പക്ഷെ നല്ല രീതിയിൽ ടെക്നോളജിയിലെയും കോഡിങ്ങിൻ്റെ നല്ല സ്കില്ലുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ 1 2 3 മാനുവലി അല്ലേ നോർമലി. ഇപ്പോൾ ഒരു ബിഗിനർ കയ്യിൽ അല്ലെങ്കിൽ ഓരോ പർപ്പസിലാണ് ഒരു ചോദ്യം കാണുന്നത്. അപ്പം നോർമൽ ആളുടെ കയ്യിൽ ഇത് കിട്ടിയ 100 വരെയുള്ള സംഖ്യ, 100 വരെ ആ ഒരു അറേൻ്റെ സംഖ്യ വേണം. 5 ഇപ്പോൾ കൊടുത്താൽ 5ൻ്റെ 5 10 15 അങ്ങനെ ഗുണിതങ്ങൾ എടുത്ത് കൊടുക്കണം. അപ്പോൾ അവിടെ 100 വരെ സംഖ്യ വെക്കണം. 100 വരെ വേണമെന്ന് ഇപ്പോൾ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ലിമിറ്റ് 100, 100 വരെയുള്ള സംഖ്യയുടെ ഗുണിതങ്ങൾ എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ടൈമിൽ ചില ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും? 1 2 3 4 അങ്ങനെ മാനുവലിലൂടെ ടൈപ്പ് ചെയ്യും. പക്ഷേ നമുക്കിവിടെ മാനുവൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഫോർ ലൂപ്പ് പഠിച്ച സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഫോർ ലൂപ്പ് മനസ്സിലുള്ളവർക്ക് എളുപ്പത്തിൽ തന്നെ അത് ഒരു 3 ലൈനിൽ തന്നെ ആ കോഡ് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് 100 വരെയുള്ള സംഖ്യയല്ല അതിനകത്ത് വെക്കാനുള്ള. 100 വരെയുള്ള സംഖ്യ വയ്ക്കാനായിട്ട് ഞാൻ ഫോർ ലെറ്റ് i0 എടുത്ത് അറേ ഡോട്ട് ലെങ്തിന് പകരം 100 വരെ വർക്കാവണം. ഈ ഐയുടെ വാല്യൂം ഇവിടുത്തെ 100 ആവുമ്പോൾ എന്താവും? ഈ അറേ ഡോട്ട് നമ്പറിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോർ ലൂപ്പ് ഇപ്പോൾ 100 വട്ടം റണ്ണാവും. ഓക്കെ. ഓരോ വട്ടം ഐയുടെ വാല്യൂ 1 2 3 4 5 ആവും. അതുപോലെ തന്നെ ഐയുടെ വാല്യൂ ഇവിടെ 1 എന്നാക്കണം. ഓക്കെ. അപ്പോൾ ഐ ഒരു വട്ടം കറങ്ങുമ്പോൾ അങ്ങനെ ഐയുടെ വാല്യൂ 1. ആ 1 നമ്മൾ എങ്ങോട്ട് വയ്ക്കണം? നമ്മളെ നമ്പർ അറേയിലോട്ട് വയ്ക്കണം. നമ്പർ അറേ ഡോട്ട് പുഷ് ഐ വയ്ക്കണം. അങ്ങനെ നമ്മളങ്ങനെ ഓരോ നമ്പർ 100 വരെയുള്ള, ഇപ്പോൾ ഒരാൾ 1000 പറഞ്ഞാൽ 1,00,000 പറഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമാണ്. ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് 1,00,000 നമ്പർ നമ്മുടെ അറേയിൽ വെക്കാൻ പറ്റും. അപ്പം ഓരോ വട്ടവും ലൂപ്പ് വർക്കാവുമ്പം ഈ ഐയുടെ ഭാഗത്തുള്ള നമ്പർ ആദ്യം ഐ 1 ആവും, പിന്നെ ഐ കൂടി 2 3 4 അങ്ങനെ 100 ആവുമ്പം ഈ നമ്പർ അറേൻ്റെ അകത്ത് എങ്ങനെ 100 വരെ ആവും. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഈക്വൽ ടു കൊടുക്കണം. കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം പറഞ്ഞുതരാം. നമ്മളിവിടെ ഈ മോർ ദാൻ്റെ ഈക്വൽ ടു കൊടുക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം നമുക്കിപ്പോൾ നമ്പർ അറേ കൺസോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. താഴെ ഞാൻ മൾട്ടിപ്ലൈനൊന്ന് വിളിക്കുകയാണ്. ഫംഗ്ഷനെ കോൾ ചെയ്തില്ലെങ്കിൽ ഫംഗ്ഷൻ വർക്കാവില്ലല്ലോ. ഞാനങ്ങനെ കോൾ ചെയ്ത് ഞാൻ നേരത്തെ തന്നെ ബേസിക് ഇൻഡെക്സ് HTML സ്ക്രിപ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വിളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നും പറയണോടാണ് ഇന്ന് പറയായിരുന്ന. അപ്പോൾ 1 2 3 നമ്മൾ അറേൻ്റെ അകത്ത് നമ്പരല്ല. 1 2 3 4 അങ്ങനെ 33 71 97 98 99 വരെ ആയി. 99 100 നമുക്ക് വേണം. നമ്മളിവിടെ ഈക്വൽ ടു കൊടുത്തില്ലെങ്കിൽ ഐയുടെ വാല്യൂ 99ഉം ഇവിടുത്തെ വാല്യൂ 100 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ സ്റ്റോപ്പ് ആവും. എന്നാൽ 100 വരെ വർക്കാവില്ല. ഇപ്പോൾ 1000 കൊടുത്താൽ 999 വരെ വർക്കാവും. 50 കൊടുത്താൽ 49 വരെ ഇത് വർക്കാവും. അത് 100 വരെ 50 വരെ അല്ലെങ്കിൽ 100 വരെ നമ്മൾ കൊടുത്ത അത്രയും സംഖ്യ വരെ ലൂപ്പ് വർക്കാവണമെങ്കിൽ നമ്മൾ ഈക്വൽ ടു കൊടുക്കണം. ഈക്വൽ ടു കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് 100 വരെ വർക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ. ഈക്വൽ ടു കൊടുക്കുമ്പോൾ എങ്ങനെ 100 വരെ വർക്കാവും. ഈക്വൽ ടു കൊടുത്തില്ലെങ്കിൽ നമ്മളിവിടെ കൊടുത്ത സംഖ്യയുടെ ഒരു സംഖ്യ കുറഞ്ഞ് വരെ വർക്കാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 100 കൊടുത്തെങ്കിൽ 99 വട്ടമേ ഈ ഫോർ ലൂപ്പ് വർക്കാവും. ഇവിടെ 1000 കൊടുത്താൽ 999 വട്ടമേ ഫോർ ലൂപ്പ് വർക്കാവും. 10 കൊടുത്താൽ 9 വട്ടമേ ലൂപ്പ് വർക്കാവും. ആണെങ്കിൽ 10 കൊടുത്ത് കാണിച്ചു തരാം. ഞാൻ 10 കൊടുത്താൽ 9 വരെ ഇത് വർക്കാവും. ഈക്വൽ ടു ഇട്ടില്ലെങ്കിൽ ഈക്വൽ ടു ഞാനിപ്പോൾ ഒഴിവാക്കിയ. ഓക്കെ. ഉണ്ട് 1 2 3 4 9 വരെ വർക്കായുള്ളൂ. ഞാൻ അതേസമയം ഈക്വൽ ടു ഇട്ടാൽ ആ ഫുൾ സംഖ്യ വരെ വർക്കാവും. ഓക്കെ. അത് ഞാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ഉപയോഗം വരും. ഓക്കെ. അപ്പോൾ നമ്മളെങ്ങനെ അറേ ക്രിയേറ്റ് ചെയ്ത് 100 വരെ സംഖ്യയുള്ള അറേ ക്രിയേറ്റ് ചെയ്ത് സിമ്പിളിൽ ഒരു 3 വഴി കോഡിൽ അത് ക്രിയേറ്റ് ചെയ്ത് മാനുവലി ടൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ആദ്യം നമ്മൾ 100 വരെ ഒരു അറേൻ്റെ അകത്ത് സംഖ്യ വയ്ക്കണം. 100 വരെയുള്ള സംഖ്യയുടെ ഗുണിതമാണ് കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, ഇനി അടുത്തത് ഗുണിതം നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ട് അടുത്തൊരു അറേ ഉണ്ടാക്കണം. ലെറ്റ് അറേ, ഒരു എം ടി അറേ, ഒരു വാല്യൂ ഇല്ലാത്തൊരു എം ടി അറേ ഉണ്ടാക്കണം. സ്റ്റെപ്പ് 1. ഇനി അടുത്തത് സ്റ്റെപ്പ് 2. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യൂസർ അവിടെ ഒരു നമ്പർ പാസ് ചെയ്യും. യൂസർ പാസ് ചെയ്യുന്ന നമ്പറിൻ്റെ ഗുണിതങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കണം. യൂസർ പാസ് ചെയ്യുന്ന നമ്പറിൻ്റെ ഗുണിതങ്ങൾ എടുത്ത് അറേൻ്റെ അകത്ത് വെക്കണം. ഓക്കെ, ഫോർ ലൂപ്പ് ഇട്ട് ഐ കൊടുത്ത്, ഐ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് തൽക്കാലം ഈ അറയൊന്ന് ഒഴിവാക്കാം. അറയുടെ ആവശ്യം ചിലപ്പോഴേ വരുള്ളൂ, ചാൻസ് കുറവാണ്. ഞാൻ ഇവിടെ ഫോർ ലൂപ്പ് ഇടാൻ പോവുകയാണ്. ഫോർ ലൂപ്പ് ഇട്ട് ഞാൻ ജെ എന്ന് കൊടുത്ത്, രണ്ടാമത്തെ ഫോർ ലൂപ്പിന് ഞാൻ ജെ എന്ന് പേര് കൊടുത്ത്. ഓക്കെ, ഇവിടെ അറേ ഡോട്ട് ലെങ്ത് കൊടുത്തേക്കുന്നത് നമുക്ക് എന്തെഴുതണം? നമ്മുടെ നമ്പർ അറേ ആക്കണം. നമ്പർ അറേയുടെ ലെങ്ത് എടുക്കണം. ഓക്കെ, നമ്പർ അറേയുടെ ലെങ്ത് എടുത്തിട്ട് വേണം ഓരോ വട്ടം വർക്കാവും. അപ്പോൾ ഇനി നമ്മൾ ഒരു ലോജിക്കൽ എഴുതാൻ പോകണം. ഇഫ് കണ്ടീഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നമ്പർ അറേൻ്റെ അകത്തുള്ള ഓരോ വട്ടവും ജെയുടെ പൊസിഷൻ മാറുമ്പം, ഇപ്പോൾ ജെ 0 ആയിരിക്കുമ്പോൾ നമ്പർ അറേൻ്റെ അകത്ത് 0th പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ 1, ജെയുടെ വാല്യൂ 1 എന്നാകുമ്പോൾ എങ്ങനെ നമ്പർ അറേയുടെ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ ഏതായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ആ നിങ്ങൾ ജെയുടെ ഓഫ് ജെ വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ അറേൻ്റെ അകത്തുള്ള ഓരോ നമ്പർ ഇതിൻ്റെ അകത്ത് ഈ നമ്പർ അറേയുടെ ലെങ്ത്ത് വരെ ഈ ഫോർ ലൂപ്പ് വർക്കാവും. ലെങ്ത്ത് ഇപ്പോൾ നമ്പർ അറേയുടെ ലെങ്ത്ത് 100 ആണ്. ആ 100 വട്ടം ഇത് വർക്കാകുമ്പോൾ നമ്പർ അറേയോട്ട് ജെ കൺസോൾ ചെയ്താൽ ഓരോ വാല്യൂ ഇങ്ങനെ താഴെ പ്രിൻ്റ് ആവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്പർ അറേയോട്ട് ജെ എടുത്തിട്ട് നമ്മൾ മോഡെന്ന് പറയും. ഇതിന് ഈ പേഴ്സൻറ്റേജ് നമ്മൾ കാണിക്കില്ല, പേഴ്സൻറ്റേജിൻ്റെ മോഡെന്ന് പറയും. മോഡ് യൂസർ പാസ് ചെയ്ത നമ്പറില്ലേ, മൾട്ടിപ്ലൈ കണ്ടുപിടിക്കാനുള്ള നമ്പർ ഇസ് ഈക്വൽ ടു 0 ഞാൻ കൊടുത്ത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഈ നമ്പർ അറേൻ്റെ അകത്ത് ഇപ്പം 3 വന്ന് 3 ഈ പേഴ്സൻറ്റേജ് ചിഹ്നം 5 കൊടുത്താൽ ഇവിടെ 0 വരില്ല, കാരണം 5ൻ്റെ ഗുണിതമല്ല 3. അപ്പോൾ ഇവിടെ വേറെ ഒരു സംഖ്യ വരും, -1 ഏതെങ്കിലും സംഖ്യ വരും. അതേ സമയം ഇവിടെ നമ്പർ അറേൻ്റെ അകത്ത് ജെയിൻ്റെ അകത്ത് ഇപ്പോൾ 5 എന്ന് ജെ ഇങ്ങനെ ഓരോ വട്ടം ഓരോ നമ്പർ എടുത്തുകൊണ്ടിരിക്കല്ലേ, അങ്ങനെ എടുത്ത സമയത്ത് 5 വന്നാൽ 5 മോഡ് ആ യൂസർ പാസ് ചെയ്ത നമ്പർ ഇപ്പോൾ നമ്പർ 5 ആയിട്ട് കൂട്ടിക്കോ. ഞാൻ ഇവിടെ പാസ് ചെയ്ത നമ്പർ 5 അല്ലേ, ആ 5 ആയിട്ട് നിങ്ങൾ കണക്കാക്കി 5 മോഡ് 5 വരുമ്പോൾ 0 വരും. അപ്പോൾ അതിനർത്ഥം എന്താണ്? 5ൻ്റെ മൾട്ടിപ്ലൈ ആണ്. ഈ മോഡ് ഓപ്പറേറ്റർ ഒരു ലോജിക്കാണ്, അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ 5ൻ്റെ ഗുണിതമാണ് ഈ നമ്പർ അതിൻ്റെ അകത്ത് ഇപ്പോൾ ജെയിൻ്റെ അകത്തുള്ള വാല്യൂ. ആ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ആവശ്യമാണ്. ഇപ്പോൾ യൂസർ 6 പാസ് ചെയ്തതെങ്കിൽ ഇവിടെ ഇപ്പോൾ 5 വന്ന് 5 മോഡ് 6 വന്നാൽ ഇവിടെ 0 വരില്ല, വേറെ സംഖ്യ വരും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ടീഷൻ തെറ്റും, വീണ്ടും ലൂപ്പ് അടുത്ത സംഖ്യ വെച്ച് അടുത്ത ലൂപ്പിൻ്റെ അകത്ത് ജെയുടെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്യും, അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് അങ്ങനെ നമ്പർ അറേൻ്റെ അകത്ത് ജെയിൻ്റെ അകത്ത് വന്ന വാല്യൂ, നമ്പർ അറേൻ്റെ അകത്തുള്ള വാല്യൂ എടുത്തത് 6 ആണെങ്കിൽ 6 മോഡ് 6 വരുമ്പോൾ എങ്ങനെയാണ്? 0 വരും. 6 മോഡ് 6 വരുമ്പോൾ 0 വരുമ്പോൾ എടുത്താണ്. അപ്പോൾ 6ൻ്റെ ഗുണിതം മനസ്സിലാവും. 12 വന്നാലും മനസ്സിലാവും ഇത് 6ൻ്റെ ഗുണിതമാണെന്ന്. എന്നാൽ 12 മോഡ് 6 വരുമ്പോൾ എങ്ങനെയാണ്? 6ൻ്റെ ഗുണിതമാണെങ്കിൽ 0 ആവും. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി, കാരണം ഈ ഇവിടെ പറഞ്ഞ വാല്യൂ മോഡ് യൂസർ പാസ് ചെയ്ത നമ്പരും ആ നമ്പറിൻ്റെ ഗുണിതത്തിൽപ്പെട്ട സംഖ്യ വന്നാൽ അപ്പോഴേ എന്ത് ചെയ്യും? 0 കാണിക്കും. അപ്പോൾ അതിനെ നമ്മൾ പുഷ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഞാൻ ഇവിടെ ലോഗ് അടിച്ചിട്ട് നമ്പർ അറേ
ജെ നമ്പർ അതിനകത്തുള്ള ജെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ അവിടെ നിന്നൊരു സംഖ്യ 5 പാസ് ചെയ്ത് 5 വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യണം ഓരോ നമ്പരും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 5ൻ്റെ ഗുണിതങ്ങൾ ഇപ്പോൾ താഴെ വരും. വേണ്ടേ 5, 10, 15, 20, 25, 30, 35, 40, 45, 50 അങ്ങനെ 5ൻ്റെ ഗുണിതം എല്ലാം വന്നു. കാരണം എന്താണ്, ഇവിടെ ഇങ്ങനെ ഓരോ വട്ടം വർക്ക് ആകുമ്പോൾ 5 വരുമ്പം 5 മോഡ് 5 ചെക്ക് ചെയ്യുമ്പോൾ 0 5ൻ്റെ ഗുണിതമാണ്. 10 മോഡ് മീൻസ് ഇവിടുത്തെ നമ്പർ അറിയേണ്ടത് പറഞ്ഞാൽ വാല്യൂ 10 മോഡ് 5 അടിക്കുമ്പോൾ എങ്ങനെ 10ൻ്റെ ഗുണിതമാണ് 5. അങ്ങനെ ചെക്ക് ചെയ്യുമ്പം ഇപ്പം ഈ നമ്പറിൻ്റെ ഇവിടെ പാസ് ചെയ്ത നമ്പറിൻ്റെ ഗുണിതങ്ങൾ എപ്പോഴെല്ലാം ഇവിടെ വരുമ്പോൾ അപ്പോഴെല്ലാം ഇത് 0 ആവും. നമ്മളിവിടെ പാസ് ചെയ്ത നമ്പറില്ലേ, ഈ നമ്പർ എന്ന് പറയുന്നത് ഇപ്പം 5, 6 ഡൈനാമിക്കലി നമുക്ക് മാറ്റം വരാം. ആ വരുന്ന നമ്പറിൻ്റെ ഗുണിതങ്ങൾ എപ്പോൾ വേണോ ഈ നമ്പർ അറേൻ്റെ അകത്ത് നമ്മൾ എടുത്താലും അതിൻ്റെ മോഡ് അവസാനം 0 വരും. ആ മോഡ് വെച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ 0 വരും. ആ 0 വന്നതിനർത്ഥം എന്താണ്, ഇപ്പോൾ യൂസറൂടെ കൊടുത്ത നമ്പറിൻ്റെ ഗുണിതമാണ് ഇവിടെ വന്നേക്കണത്. അപ്പം തന്നെ ആ വാല്യൂനെ നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മളിങ്ങനെ 5, 10, 15 ആ രീതിയിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നമുക്കിതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഏകദേശം തീർന്നു. ഇത്രയേ ഉള്ളൂ ഈ കോഡിങ്ങിൻ്റെ ചലഞ്ച്, ഇത്രയേ ഉള്ളൂ. മീൻസ് ബേസിക്കലി ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യം ഇത് ഈ നമ്പർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്പർ 100 വരെ മാനുവലി ടൈപ്പ് ചെയ്യും. ചില ആൾക്കാർ മാനുവലി ടൈപ്പ് ചെയ്യും. ഞാൻ പല സ്ഥലത്തും ചോദ്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ മാനുവലി ടൈപ്പ് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു 30-40 വരെയൊക്കെ ആയിരിക്കും. എന്നാലും നമുക്കിപ്പം ഇപ്പം നിങ്ങൾക്കൊരു 30, 20, 25 വരെ സംഖ്യയേ ഉള്ളൂ. ആ സംഖ്യയുടെ അതുപോലെ കണ്ടുപിടിക്കുമെങ്കിൽ നിങ്ങൾ ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കണം. അപ്പം നിങ്ങൾക്കുള്ള ആ ഒരു ലോജിക്ക് അവർക്ക് മനസ്സിലാവും. കാരണം നോർമലി ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ നിങ്ങൾ കോഡ് എഴുതാൻ ശ്രമിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ 100 വരെയുള്ള സംഖ്യ എങ്ങനെ അവർ അറേൻ്റെ അകത്ത് പുഷ് ചെയ്ത് അടുത്ത ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അറയുടെ ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഓരോ വാല്യൂവിനെ നമ്മളിങ്ങനെ ഓരോ വട്ടം റിപ്പീറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ മോഡ് യൂസർ പാസ് ചെയ്ത ഗുണിക്കേണ്ട സംഖ്യ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണന സംഖ്യ ഇപ്പുറത്ത് വന്നാൽ നമ്പർ അറേൻ്റെ അകത്ത് വന്നാൽ അപ്പോഴേ ഇവിടുത്തെ ഇഫ് കണ്ടീഷൻ്റെ വാല്യൂ 0 ആവും. അങ്ങനെ 0 ആവുന്ന വാല്യൂവിനെല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാൻഡേർഡ് രീതി തന്നെ ചെയ്യിപ്പിക്കാം. നിങ്ങൾക്കെല്ലാം ബാക്ക് ടിക്ക് അറിയാം. നമ്മളൊരു കൺസോളിൻ്റെ അകത്ത് നമ്മളിപ്പം ഒരു വേരിയബിൾ സ്ട്രിങ്ങിൻ്റെ കൂടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് ബാക്ക് ടിക്ക്. നമ്മൾ എസ്കേപ്പ് കീയുടെ ESC കീയുടെ താഴെ ഉള്ള ഒരു ബാക്ക് ടിക്ക് ഉണ്ട്, ചരിഞ്ഞൊരു ടിക്ക്. നമ്മൾ എന്ത് ചെയ്യണം, ഇനി അടുത്തത് നമ്മുടെ ഈ ജെ സ്റ്റാർട്ട് ചെയ്യുന്ന 0ത്തിൽ നിന്നാണ്. ജെയുടെ ആദ്യത്തെ സംഖ്യ എന്താണ്, 0ആണ്. ഗുണിതം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണം 1, 1, 2, 2, 1, 2 അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പം ഒരിക്കലും 0, 0, 0 എന്ന് ഒരിക്കലും 0 × 0 = 0 എന്ന് ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു മാറ്റം വരുത്തേണ്ടി വരും. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആദ്യം നോർമലി ഞാൻ ജെ എന്ന് കൊടുത്ത്, ജെയിൻ്റെ അകത്തുള്ള ഓരോ വട്ടവും ജെ വർക്ക് ആവണം 1, 2, 3 എന്ന അടിസ്ഥാനത്തിലല്ലേ. ജെ ഇൻറ്റു യൂസർ പാസ് ചെയ്ത നമ്പർ. ഇപ്പോൾ 1 ജെയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 ഇൻറ്റു യൂസർ പാസ് ചെയ്ത നമ്പർ = നമ്പർ അറേൻ്റെ അകത്തുള്ള വാല്യൂ. ഇഫ് കണ്ടീഷൻ സക്സസ് ആയി മാത്രമേ ഇത് പ്രിൻ്റ് ആവുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങനൊരു എറർ വന്ന്, 4 × 5 9 × 5 14 × 5 നമുക്ക് അങ്ങനെ വരും. 1 5 5 2 5 10 3 5 15 4 20 ആ ഒരു ലോജിക്കലിയാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കോഡിൻ്റെ അകത്ത് ഇനിയും മാറ്റം വരുത്തണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം പറ്റി. അപ്പം ഇനി ഞാൻ നേരത്തെ ഒരു അറ ഉണ്ടാക്കിയില്ലേ, ആ അറയുടെ ആവശ്യം ഇപ്പോൾ വരും നമുക്കിപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംഖ്യ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം, ഓരോ ഗുണിതങ്ങളും പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ അതിനെ ഓർഡറിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇനിയും മാറ്റം വരുത്തണം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വേണ്ടത് 1 5 5 1 5 5 2 10 ഇവിടെ 5 5 10 5 15 5 20 5 25 അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ 4 9 14 അപ്പം 1 5 5 2 10 3 15 4 20 അങ്ങനെയാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്കിപ്പം 4ാമത്തെ പൊസിഷനിലിരിക്കുന്ന സംഖ്യയാണ് 5, 9ാമത്തെ പൊസിഷനിലെ സംഖ്യയാണ് 10, 14ാമത്തെ പൊസിഷനിലെ സംഖ്യയാണ് 15. ഈ 14 ഇവിടെ വന്നിട്ട് ഇവിടെ 15 ആവണ കാരണം എന്താണെന്നറിയാവോ, നമ്മൾ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്, നമ്പർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1 മുതലാണ്. അതാണ് എപ്പോഴും 1 പറയണം. 19ാമത് പറഞ്ഞാൽ 20,
അതാണ് അവിടെ ലോജിക്കലി വന്നത്. ജെയുടെ സംഖ്യ 19ാമത്തെ പൊസിഷനിലാവും. 19ാമതാവുമ്പോഴാണ് നമ്പർ അറയുടെ പൊസിഷൻ്റെ അകത്ത് 20 വരണത്. ജെയുടെ സംഖ്യയുടെ പൊസിഷൻ 5 വരുമ്പോഴാണ് നമ്മളെ നമ്പർ അറേൻ്റെ അകത്തുള്ള വാല്യൂ 6 വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഇതിവിടെ കമൻറ്റ് ചെയ്തിട്ടേക്കണം. തൽക്കാലത്തേക്ക് നേരത്തെ ഉണ്ടാക്കി നമ്മൾ അറേ എടുക്കാം. ലെറ്റ് അറേ ഇസ് ഈക്വൽ ടു, ഞാനൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്, ഇനി വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അറേ ഡോട്ട് പുഷ് ചെയ്യണം. ഓരോ വട്ടവും നമുക്ക് ഇപ്പോൾ നമ്പർ അറേൻ്റെ അകത്ത് മോഡ് ഉപയോഗിച്ച് ആ ഗുണിതം കിട്ടുമ്പം ആ ഗുണിതത്തിനെല്ലാം എവിടെ പുഷ് ചെയ്യണം? നമ്മുടെ ഈ പുതിയ അറേൻ്റെ അകത്ത് പുഷ് ചെയ്യണം. അപ്പോൾ ജെയിൻ്റെ അകത്ത് ഇപ്പോൾ 5 ഇൻഡെക്സ് കിടക്കുന്ന ടൈമിൽ, 4 എന്ന് പറഞ്ഞ ഇൻഡെക്സ് കിടക്കുന്ന ടൈമിൽ 5ൻ്റെ ഗുണിതമാണ് ആ സംഖ്യയിൽ കിടക്കുന്നത്. മനസ്സിലായി എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ജെയുടെ പൊസിഷൻ 4 ആവുമ്പം നമ്പർ അറേൻ്റെ അകത്തുള്ള വാല്യൂ ഏതായിരിക്കും? 5 ആയിരിക്കും. കാരണം അറേ സ്റ്റാർട്ട് ചെയ്യുന്ന 0 മുതൽ നമ്മളിപ്പോൾ ഇവിടെ സംഖ്യ കൊടുത്തേക്കണം 1 to 100 വരെയാണ്. അതുകൊണ്ടാണ് ജെയുടെ പൊസിഷൻ 0 ആവുമ്പോൾ, നമ്പർ അറേയുടെ പൊസിഷൻ 4 ആവുമ്പം നമ്പർ അറേൻ്റെ അകത്ത് എടുക്കുന്ന വാല്യൂ ഏതാണ്? 5 ആണ്. അപ്പോൾ ഇവിടെ നമ്പർ അറേൻ്റെ അകത്തുള്ള വാല്യൂ 5 മോഡ് 5 ഇസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ എന്ത് ചെയ്യും? ആ വാല്യൂവിനെ, ആ നമ്പറിനെ നമ്മൾ എങ്ങോട്ട് പുഷ് ചെയ്യും? നമ്മൾ അറയിലോട്ട് പുഷ് ചെയ്യും. അപ്പോൾ അറേൻ്റെ അകത്ത് പുഷ് ചെയ്തിട്ട് നമുക്ക് ഇനി നമ്മൾ അറേനെ ഒന്ന് ലോഗ് ചെയ്യിക്കാം. അറേനെ ലോഗ് ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷൻ്റെ അകത്ത് ആ വാല്യൂ വേണമെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ 5, 10, 15. ഇപ്പോൾ 1ാമത്തെ പൊസിഷനിൽ 5, 0ാമത്തെ പൊസിഷനിൽ 5, 1ാമത്തെ പൊസിഷനിൽ 10, 2ാമത്തെ പൊസിഷനിൽ 15, 3ാമത്തെ 20, 25 അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഓർഡറിന് ഓരോ സംഖ്യ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ അറേൻ്റെ അകത്ത്. അപ്പോൾ അറേൻ്റെ അകത്ത് വന്ന് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് 3. ഇനി സ്റ്റെപ്പ് 3ൻ്റെ അകത്താണ് ഫൈനൽ. ഇതാണ് സ്റ്റെപ്പ് 3 ആണ് ഫൈനൽ. ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ കെ എന്ന് കൊടുത്ത്, നമ്മൾ നേരത്തെ ഇപ്പോൾ ആ ഗുണിതം സ്റ്റോർ ചെയ്ത ഈ അറയില്ലേ, ആ അറേൻ്റെ ലെങ്ത് ഇവിടെ വിളിച്ചു കൊടുക്കണം. ആ അറയുടെ ലെങ്ത് അനുസരിച്ച് ഓരോ വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ഞാൻ ഈ കൺസോൾ ചെയ്തിട്ട് തന്നെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കെ ആക്കണം. ജെ മാറ്റി കെ ആക്കണം. കെ ആക്കിയിട്ട് നമ്മളുടെ നമ്പർ അറേ കൊടുത്തതിനും വെറും അറയണം. അറേൻ്റെ അകത്തുള്ള ഓരോ വാല്യൂ ആണ് നമുക്ക് ഇനി ഇവിടെ എടുക്കാനുള്ളത്. കെ കൊടുക്കണം. അറേൻ്റെ അകത്ത് 0 വരുമ്പം നമ്മൾ ആദ്യത്തെ വാല്യൂ എടുക്കും. അറേൻ്റെ അകത്ത് 1 വരുമ്പോൾ 2ാമത്തെ വാല്യൂ എടുക്കും. അപ്പം നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം, പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. 0 × 5 5, 1 × 5 10. ഇവിടെ തെറ്റിയില്ലേ? നമ്മൾ അറേ സ്റ്റാർട്ട് ആവുന്ന 0 മുതലായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ജെ കൊടുത്തേക്കണം. എങ്ങനെയാണ്? ജെ 0 മുതൽ കെ കൊടുത്തേക്കണം 0 മുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കെയിൻ്റെ അകത്ത് 0 ആയിരിക്കുമ്പം അതിൻ്റെ കൂടെ +1 ചേർക്കണം. കെയിൻ്റെ അകത്ത് 1 ആയിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ +2 ചേർക്കണം. ഇത് ഓരോ വട്ടം റണ്ണാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ആ ലോജിക്ക് ചിന്തിക്കണം. കെയിൻ്റെ അകത്ത് 3 ആയിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ കൺസോളിൻ്റെ അകത്ത് 4 ആയിരിക്കണം. കെയിൻ്റെ അകത്ത് ഇവിടുത്തെ ലെറ്റ് കെയിൻ്റെ അകത്ത് 5 ആയിരിക്കുമ്പോൾ നമ്മൾ ഈ കൺസോളിൻ്റെ അകത്തുള്ള കെയിൻ്റെ അകത്ത് 6 ആയിരിക്കണം. അതാണ് കെ +1 കൊടുത്തത്. കാരണം കെയിൻ്റെ അകത്ത് 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് ഇട്ട് നോക്കി നമ്മൾ എന്ത് ചെയ്യണം? കെയുടെ +1 ചേർക്കണം. ഇപ്പം നോക്കിയാൽ 1 5 5, 2 5 10, 3 5 15, 4. അപ്പോൾ ആദ്യം 0th പൊസിഷനിലുള്ള വാല്യൂവിനെ എടുക്കുമ്പോൾ നമ്മൾ കൺസോൾ ലോഗിൻ്റെ അകത്തുള്ള ജെയിൻ്റെ അകത്ത് നമ്മൾ ഒന്നും കൂടെ കൂട്ടും. പറഞ്ഞാൽ 0 + 1 അടിച്ചാൽ 1. അപ്പോൾ 1 × 5 അറേ ഡോട്ട് 0 എടുക്കുമ്പം 5 കിട്ടും. ആ ലോജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നുണ്ട്. അപ്പോൾ 1 × 5 5, 2 × 5 10, 3 5 15, 4 5 20, 5 5 30, 6 5 35, അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതി. അപ്പം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് ഒന്നും കൂടെ പറയാം, എല്ലാ സ്റ്റെപ്പും ഒന്നും കൂടെ പറഞ്ഞേക്കാം. നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്ത് ആ അറേൻ്റെ അകത്ത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് 100 വരെയുള്ള സംഖ്യ വെച്ച്, രണ്ടാമതൊരു അറേ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ മുകളിലുണ്ടാക്കിയ അറേൻ്റെ അകത്ത് നിന്ന് ഓരോ നമ്പർ എടുക്കുകയും ആ നമ്പർ യൂസർ പാസ് ചെയ്ത നമ്പറിൻ്റെ ഗുണിതമാണോ നമ്മൾ മോഡ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പം ഓരോ സംഖ്യയായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും സംഖ്യയും യൂസർ തന്ന നമ്പറും മോഡ് ചെയ്യുമ്പോൾ 0 വന്നാൽ ആ സംഖ്യനെല്ലാം നമ്മൾ അറയിലോട്ട് പുഷ് ചെയ്ത്.
അപ്പോൾ അങ്ങനെ ആ ഗുണിതങ്ങളെല്ലാം അറയിൽ പുഷ് ചെയ്തിട്ട് ആ അറയിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് താഴെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അറയിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂയും പ്രിൻ്റ് ചെയ്യിപ്പിച്ച് K+1 കൊടുത്തത് കാരണം അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായതുകൊണ്ട് 0 × 5 = 5 എന്ന് വരുന്നതിന് പകരം നമുക്ക് 1 × 5 5 എന്ന് വരാൻ വേണ്ടി നമ്മൾ K+1 കൊടുത്ത്. അപ്പോൾ എങ്ങനെ മുകളിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ആകുമ്പോൾ 0 വരുമ്പോൾ നമ്മൾ കൺസോളിൻ്റെ അകത്ത് അത് 1 തുടങ്ങും. അതിന് വേണ്ടി മാത്രമാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തന്ന ആ പ്രോബ്ലം സോൾവ് ആയി. യൂസറിൻ്റെ നമ്പർ ഇപ്പോൾ ഏത് നമ്പർ പാസ് പിന്നെ 5 കൊടുത്ത് ഇവിടെ 6 കൊടുത്താൽ 6ൻ്റെ കൊടുത്താൽ 1 6 6 12 3 18 4 24 5 30 6 36 ആ ഗുണിതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന പ്രോബ്ലം നമ്മൾ 3 സ്റ്റെപ്പ് ആയിട്ടാണ് ഈ പ്രോബ്ലത്തിന് തീർത്തേക്കുന്നത്. ഓക്കെ, പ്രിൻറ്റ് മൾട്ടിപ്ലൈ ഇൻ യൂസർ പാസിംഗ് നമ്പറിൻ്റെ ലിമിറ്റ് 100 വരെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ 50 പാസ് ചെയ്താൽ 2 ഗുണിതം കിട്ടുള്ളൂ. 100 വരെയുള്ള സംഖ്യയിൽ 1 50 50 250 100 അതിൻ്റെ ഗുണിതം നമുക്ക് ഇതാണ് 100 കിട്ടുന്നത്. അതുവരെ ഉള്ളൂ. അപ്പോൾ 100 പാസ് ചെയ്താൽ 100 മാത്രമേ കിട്ടൂ, കാരണം അത് മാത്രമേ അതിൻ്റെ ഗുണിതമാവുന്നുള്ളൂ. ഓക്കെ, 100 100 15ൻ്റെ ഇപ്പോൾ ഗുണിതം ഞാൻ പാസ് ചെയ്താൽ 15 25 30 35 45 45 60. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ 100 വരെയുള്ള സംഖ്യ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ചെക്ക് ചെയ്യാൻ പറ്റൂ. 2 കൊടുത്താൽ 2ൻ്റെ ഗുണിതവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഇനി നമുക്ക് ഡെമോയ്ക്കായിട്ട് വലിയ രീതിയിലൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഈ കൺസോളിൽ പ്രിൻറ്റ് ചെയ്യണത് നമ്മൾ എവിടെയും കൂടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം, നമ്മൾ ഈ സ്ക്രീനിലും കൂടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. മീൻസ് നമ്മുടെ ഈ വൈറ്റ് സ്ക്രീനിലും കൂടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അത് നമ്മൾ വേറെ H1 ടാഗ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല, ബേസിക് ആയിട്ട്. അത് ഇതിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ ചുമ്മാ ഒന്ന് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ആ നേരത്തെ കൺസോളിൽ എഴുതി അതേ കോഡ് എടുത്ത് ഞാൻ എന്ത് ചെയ്യണേ, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൻ്റെ അകത്ത് ഞാൻ ഇടുകയാണ്. അപ്പോൾ വേണ്ട 1 2 2 2 4. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് അടുങ്ങി കിടക്കണേ. നമ്മൾ എന്ത് ചെയ്യണം, BR കൊടുക്കുന്ന ആദ്യത്തെ റണ്ണ് കഴിഞ്ഞ് അടുത്ത തൊട്ട് താഴെ വരാനായിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് തന്നെ ബ്രേക്ക് ടാഗ് ഉപയോഗിക്കും. /BR ഉപയോഗിച്ച് ആദ്യത്തെ കോഡ് കഴിഞ്ഞ് അടുത്ത കോഡ് താഴെ വരും. ബ്രേക്ക് ചെയ്യണം, അടുത്ത കോഡ് താഴെ വരും. വേണ്ട 1 2 2 നമുക്ക് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിന് സെക്യൂർ നോക്കാം. വേണ്ട സ്ക്രിപ്റ്റിൻ്റെ അകത്ത് വേണ്ട 1 2 2 ബ്രേക്ക് ചെയ്ത് തൊട്ട് താഴെ അടുത്ത് വരൂ. 2 2 2 4 ബ്രേക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ എന്ത് ചെയ്ത് യൂസർ പറഞ്ഞ സംഖ്യ എടുത്ത് മാറ്റും. നമ്മൾ ഗുണിതം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം മൾട്ടിപ്ലൈ ഫൈൻഡർ എന്നൊരു ഹെഡിങ് കൊടുത്ത് ഒരു ഇൻപുട്ട് ബോക്സ് ചെക്ക് കാൽക്കുലേറ്ററിന് കൊടുക്കണം. ഏറ്റവും യൂസർ ഒരു സംഖ്യ പറയും, ആ സംഖ്യ ചെക്ക് അടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ സംഖ്യയുടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ഇതുപോലെ താഴെ നല്ല രീതിയിൽ ഡിസൈനിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസും കൂട്ടാൻ പറ്റും. അത് ഓരോ ലോജിക്ക് ഉപയോഗിക്കാം. അവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, യൂസർ നമ്പർ തന്നെ പാസ് ചെയ്തെന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ 100 മാറ്റി 1000 ആക്കണം, 1000 വരെയുള്ള സംഖ്യ ആക്കണം. 1000 വരെ ആക്കിയാൽ 1 ലക്ഷം ഒന്നും ആക്കണ്ട. അപ്പോൾ നമുക്ക് റണ്ണിങ് ടൈം നല്ല ഇഷ്യൂ ഉണ്ടാക്കും. അത്രയും പോകേണ്ട, ഒരു 1000 വരെയൊക്കെ ആക്കിയാൽ മതി. 1000 വരെയൊക്കെ ആക്കിയിട്ട് ഒത്തിരി ഒരു യൂസർ ഇൻ്റർഫേസ് നമ്മളിപ്പോൾ എല്ലാം കൺസോളിലാണ് ചെയ്യണം. യൂസർ ഇൻ്റർഫേസ് ഞാൻ ചെയ്യാത്തതാണ്, നിങ്ങൾക്ക് അത് അറിയാമല്ലോ. ഇൻപുട്ടിൽ നിന്ന് വാല്യൂ വാങ്ങാൻ ആ വാല്യൂ ചെക്ക് ചെയ്യാനും, ഇൻപുട്ടിൽ കൊടുക്കുന്ന വാല്യൂ നമ്പറാണ് സ്ട്രിങ് ആണ്, അതൊക്കെ നിങ്ങൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് നമ്പർ ആക്കിയാൽ മതി, അപ്പോൾ നമ്പർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 2 മാറ്റി. ഇവിടെ എല്ലാം നമ്മളിപ്പോൾ കോഡിൽ വന്ന് മാറ്റണം. ഇത് യൂസർക്ക് സ്ക്രീനിൻ്റെ അകത്ത് തന്നെ മാറ്റാൻ പറ്റുന്ന രീതി നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങൾ ടാസ്ക്കായിട്ട് നിങ്ങൾ കണ്ടാലും മതി. അതിനാണ് ഒരു 4 4 24 8 3 12 3 16 14 20 അങ്ങനെ 4ൻ്റെ ഗുണിതം എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഇനി ഞാൻ ഫ്രണ്ട് എൻഡ് ചെയ്യുന്നില്ല. ഫ്രണ്ട് എൻഡിൽ ഇനി ഞാൻ
മീൻസ് ഫ്രണ്ട് എൻഡ് ഇത് ഫ്രണ്ട് എൻഡ് തന്നെ മീൻസ് ഞാൻ HTML പാർട്ടിൽ പോയി ചെയ്യുന്നില്ല. HTML അത് ഇനി ഞാൻ ഹെഡിങ് ഒന്നും കൊടുത്ത് ഒരു UI പാർട്ടിലോട്ട് ഞാൻ പോകണില്ല. യൂസർ കാണുന്ന ഭാഗം നമുക്ക് വെറും ഞാൻ ബാക്ക് എൻഡ് മാത്രമേ മീൻസ് ബാക്ക് എൻഡ് സോറി ഞാൻ ഇപ്പം ഈ ജാവാസ്ക്രിപ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വേണം ഒരു HTML ഫയലിൻ്റെ അകത്ത് ഹെഡിങ് ഒക്കെ കൊടുത്തൊരു മൾട്ടിപ്ലൈ ക്രിയേറ്റ് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതുണ്ട്. നിങ്ങളെ ഗിറ്റ്ഹബിൻ്റെ ലിങ്ക് ചെയ്തിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. അപ്പോൾ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു സപ്പോർട്ടാവും കൂടുതൽ വീഡിയോ ചെയ്യാനും. അതുപോലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും മാറ്റം വീഡിയോയിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ആണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ മാറ്റം വരുത്താം. ഓക്കെ, താങ്ക് യു.